സമരത്തിനെതിരെ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത ടി.ജി. മോഹൻദാസിന് ജാമ്യം. വഞ്ചിയൂർ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ടി.ജി. മോഹൻദാസ് ഇത്രയും നാൾ ഒളിവിലായിരുന്നോ എന്ന് പ്രോസിക്യൂഷനോട് കോടതി ചോദിച്ചു. ടി.ജി. ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി തള്ളുകയും ചെയ്തു. വിവരങ്ങളുമായി എം മനോജ് ഒപ്പം ചേരുകയാണ്. മനോജ്, ജാമ്യം കിട്ടുന്നു, ചിരിച്ചുകൊണ്ട് ടി.ജി. പുറത്തേക്ക് പോകുന്നു. എങ്ങനെ ആണ് ജാമ്യം കിട്ടിയതെന്ന് പിന്നീട് അഭിഭാഷകൻ പറയുന്നുമുണ്ടായിരുന്നു. എന്താണ് അഭിഭാഷകൻ പറഞ്ഞത്? കൃഷ്ണൻ, ടി.ജി. എങ്ങനെയാണോ എറണാകുളത്ത് നിന്നും വന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ചിരിച്ചുകൊണ്ടാണ് തിരിച്ചു മടങ്ങിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് മേൽ ചുമത്തപ്പെട്ട ഈ കേസ് അത് കോടതി കൃത്യമായും അത് പരിശോധിക്കുകയും ഏതൊക്കെ തരത്തിലാണ് ഈ കേസ് എടുക്കാനുള്ള ഒരു ഇടപെടൽ എന്നുള്ളത് കോടതിക്ക് വ്യക്തമാവുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൽ കൃത്യമായും ഒരു SDPI നേതാവിൻ്റെ പരാതിയിലാണ് പോലീസ് FIR ഇട്ട് ഈ ഒരു അന്വേഷണം ആരംഭിച്ചതും അതിനു പിന്നാലെ ഈ അറസ്റ്റ് നടപടികളിലേക്കൊക്കെ പോകുന്നത്. ഇതിൽ കൃത്യമായും കോടതി ചോദിച്ച ഒരു കാര്യമുണ്ട്. അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുന്ന ഈ കേസുണ്ട്. ആ കേസിൽ ഏതെങ്കിലും പരാതിക്കാരി ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു പ്രോസിക്യൂഷനോട്. അപ്പോൾ പരാതിക്കാരിയല്ല, പരാതിക്കാരനാണ് എന്നുള്ള ഒരു മറുപടി പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി. അതുപോലെ തന്നെ ഈ ഇദ്ദേഹത്തിനെതിരെ ഇട്ടിരിക്കുന്ന വകുപ്പുകൾ അതൊന്നും തന്നെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോയുമായി ഒരു തരത്തിലും യോജിപ്പിച്ച് നിർത്താൻ പറ്റാത്തതാണ് എന്നുള്ള കാര്യം കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടി.ജി. മോഹൻദാസിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഈ അഭിഭാഷകൻ പറഞ്ഞതും ഇത്തരത്തിൽ തന്നെയാണ്. അതായത് ഒരു വീഡിയോ പരാമർശം ചൂണ്ടിക്കാട്ടി ഇത്രയധികം വകുപ്പുകൾ ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനു മുമ്പായി നൽകേണ്ട നോട്ടീസ് നടപടികളുണ്ട്. അതായത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഈ ടെക്നിക്കൽ ഡിവൈസസ് ഒക്കെ കസ്റ്റഡിയിലെടുക്കുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി പരിശോധന നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ കൃത്യമായും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നടപടിയിലേക്ക് പോയി എന്നുള്ളതാണ്. എന്തായാലും ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തു, കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാമെന്നുള്ള ചിലരുടെ മോഹമൊക്കെ തന്നെ പൊലിഞ്ഞുപോയി എന്ന് വേണം പറയാൻ. കാരണം രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ടി.ജി. മോഹൻദാസിനെ വേട്ടയാടാൻ ശ്രമിച്ച ഒരു രാത്രിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, തുടർന്ന് രാത്രിയോടുകൂടി തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നു. അത്തരത്തിൽ അദ്ദേഹത്തിനെ ഒരു ക്രിമിനലിനെ കൊണ്ടുവരും പോലെ എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിച്ച് ഇന്നും അതേ രീതിയിലുള്ള നടപടിക്രമങ്ങളായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്ന് കോടതി പോലീസിനോടും ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചിരുന്നു. അതായത് ഏത് തരത്തിലായിരുന്നു നിങ്ങളുടെ നടപടി? ടി.ജി. മോഹൻദാസ് ഒളിവിൽ പോകുമെന്ന് എന്തെങ്കിലും ആയിരുന്നോ, അല്ലെങ്കിൽ അദ്ദേഹം ഒളിവിലായിരുന്നോ എന്നുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു. അതിന് മറുപടി പറഞ്ഞത് ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട്, അതിനാലാണ് ഇത്തരത്തിലൊരു നടപടി എന്നുള്ളതാണ്. അതായത് ഈ പരാതി SDPI നേതാവ് പരാതി നൽകി, ആ പരാതിയിന്മേൽ കേസെടുത്ത് ഇത്രയും ദിവസം നടപടി അങ്ങനെ ഒരു രീതിക്കും പോകാതെ പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തെ പോയി അറസ്റ്റ് ചെയ്യുന്നു. അത് ഏത് തരത്തിലാണ് അത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കാനുള്ള സാഹചര്യം എന്ന് കോടതി ചോദിച്ചിരുന്നു. അദ്ദേഹം ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഈ പ്രോസിക്യൂഷൻ വാദം കോടതി അപ്പോഴേ തള്ളിയിരുന്നു. അതിനുശേഷമാണ് കൃത്യമായും ഓരോ വകുപ്പുകളും പരിശോധിച്ചു. കാരണം ഇതിലെല്ലാ വകുപ്പുകളും ബെയിലബിൾ ആണ് എന്നുള്ള കാര്യം ഈ അഭിഭാഷകൻ, ഈ ടി.ജി. മോഹൻദാസിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയതാണ്. അതിൻ പ്രകാരം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള ഒരു പരാതി, ആ പരാതിയിന്മേൽ കോടതി കൂടുതൽ പരിശോധന നടത്തി. അതായത് കൂടുതൽ വാദങ്ങൾ നടന്നു എന്നുള്ളതാണ് കോടതിക്കുള്ളിൽ. പിന്നീടാണ് ആ കേസ് വീണ്ടും വിളിച്ച ശേഷം ബെയിൽ അനുവദിച്ചത്, ഈ ജാമ്യം അനുവദിക്കുന്നത്. ആ ഒരൊറ്റ വകുപ്പിൽ കൂടുതലായും പ്രോസിക്യൂഷൻ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. അതായത് ടി.ജി. മോഹൻദാസ് മനഃപൂർവ്വം സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ മറ്റ് രീതിക്കൊക്കെ, അതായത് ഈ വകുപ്പുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കലാപാഹ്വാനം ചെയ്യാൻ ഉള്ള ഒരു രീതി, ആ തരത്തിലുള്ള ആരോപണങ്ങളെയൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദങ്ങളെയൊക്കെ കോടതി തള്ളിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഉപാധികളോടെയാണ് ഈ ജാമ്യം അനുവദിച്ചത്. കൃത്യമായി നമുക്കറിയാം ഈ പോലീസ് കേസെടുത്തിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മേൽ ചുമത്തിയിരുന്ന വകുപ്പുകൾ ഒരു തരത്തിലും ജാമ്യം കിട്ടരുത് എന്നുള്ള രീതിക്ക് തന്നെയാണ്. പക്ഷേ അതൊക്കെ കോടതിക്കുള്ളിലേക്ക് എത്തിയപ്പോൾ കോടതി മുറിക്കുള്ളിൽ കൃത്യമായും അദ്ദേഹവും അതോടൊപ്പം അഭിഭാഷകനും ഈ കാര്യം ടി.ജി. ജാമ്യം കിട്ടിയാൽ ഒളിവിൽ പോകും എന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോൾ ഇത്രനാൾ ടി.ജി. ഒളിവിലായിരുന്നോ എന്നൊരു ചോദ്യം തിരിച്ചുണ്ടല്ലോ. അതിൽ തന്നെ എല്ലാമുണ്ട് അല്ലേ?
തീർച്ചയായും അതാണ്. അതായത് ഈ തിരുവനന്തപുരത്തു നിന്നും സൈബർ പോലീസ് സംഘം ടി ജിയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ, അപ്രതീക്ഷിതമായി എത്തുമ്പോൾ അദ്ദേഹം അവിടെ തന്നെയുണ്ട്. വീട്ടിലെ കാര്യങ്ങളുമായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായൊക്കെ നിൽക്കുകയായിരുന്നു. അദ്ദേഹം ഒരു തരത്തിലും ഒളിവിൽ പോകാനോ അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് മാറാനോ അല്ലെങ്കിൽ പറഞ്ഞ നിലപാടിൽ നിന്ന് മാറ്റി പറയാനോ തയ്യാറായിട്ടില്ല. പക്ഷേ ഏതൊക്കെയോ തരത്തിലുള്ള പ്രേരണ കാരണം അല്ലെങ്കിൽ സമ്മർദ്ദം കാരണം പോലീസിന് അവിടെ ഓടിയെത്തേണ്ടി വന്നു. ഇദ്ദേഹത്തെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് അടുത്ത നടപടിയിലേക്ക് കടക്കേണ്ടി വന്നു. ഏതൊക്കെയോ തരത്തിൽ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ, രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ മാറ്റിമറിക്കുവാൻ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നടക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്, സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന ഈ ഒരുപാട് ജനവികാരമുണ്ട്, അതിനെയൊക്കെ ഒന്ന് മാറ്റി ചിന്തിപ്പിക്കണമെങ്കിൽ ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കണം. അതും ചില ഇത്തരത്തിലുള്ള സംഘടനകളുടെ പ്രതിനിധികളെ പ്രീണിപ്പിക്കാനായി, SDPI പോലുള്ള സംഘടനയൊക്കെ പ്രീണിപ്പിക്കാനായി ഇത്തരം നടപടികളിലേക്ക് കടക്കേണ്ട ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ആവശ്യം അത് UDF-നുണ്ട്. അത്തരത്തിലൊരു നീക്കം കൂടിയായിരുന്നു ഇത്, വേണം നമുക്ക് കാണാൻ. എന്തായാലും ടി.ജി. മോഹൻദാസിനെ പുറത്തേക്ക് ജാമ്യം കിട്ടി. വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്.